ശ്രീധരൻ, ബംഗ്ലാദേശിലെ നമുക്കറിയാം വളരെ രൂക്ഷമായ കലാപത്തിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ അവരവരുടെ രാഷ്ട്രപിതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പാഠപുസ്തകത്തിൽ നിന്ന് പോലും ആ പേര് നീക്കം ചെയ്തിരിക്കുന്നു. പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിയും ഭാവി തലമുറ അങ്ങനെ മനസ്സിൽ കരുതണ്ട, ആ പേര് തന്നെ അവിടെ നിന്ന് തിരുത്തിയിരിക്കുകയാണ്. 1971 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മുജീബുർ റഹ്മാൻ അല്ല രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ബംഗ്ലാദേശ് ആകെ കൂടെ അങ്ങ് മറിയുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇപ്പോൾ അത് ആ രാജ്യം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു മതഭരണത്തിൻ്റെ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ എന്താണോ കണ്ടത്, പാകിസ്ഥാനിൽ എന്താണോ കണ്ടത്, അതിന് സമാനമായ രീതിയിൽ ഒരു ഭരണ സംവിധാനമായി ബംഗ്ലാദേശിലെ ഭരണ സംവിധാനം മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1971 അത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും അത് 1947 ഇന്ത്യയുടെ വിഭജനം ഉണ്ടായപ്പോഴാണ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്ന രണ്ട് പ്രദേശങ്ങൾ രൂപപ്പെടുകയും പിന്നീട് അത് 1971 ഇന്ത്യയുടെ സഹായത്തോടുകൂടി തന്നെ മറ്റൊരു രാജ്യമായി ജനിക്കുകയും ചെയ്തത്. അങ്ങനെ രൂപീകരിച്ച ശേഷമായിരുന്നു അവർ വലിയ മുന്നേറ്റമെല്ലാം അവിടെ രാജ്യത്ത് സാമ്പത്തികമായെല്ലാം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ ന്യൂനപക്ഷ പീഡനവും മറ്റ് ഭീകരവാദികളുടെയും മറ്റെല്ലാം പ്രധാനപ്പെട്ട താവളമായി മാറുമ്പോഴും തങ്ങളുടെ രാജ്യത്ത് ഈ ക്രമസമാധാനവും ഭീകരപ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കാതെ നോക്കാൻ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകൾക്കും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായാണ് ആ രാജ്യത്ത് ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഈ മതസംഘടനകളുടെ കയ്യിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ആക്രമണം ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയാണ് വലിയ ആക്രമണം ഉണ്ടാകുന്നത്. 1970 ആ കാലഘട്ടത്തിലെ 22% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഇന്ന് ചുരുങ്ങി വെറും 8% എത്തി നിൽക്കുകയാണ്. പലരും ഒന്നുകിൽ നിർബന്ധ പരിവർത്തനം നടത്തുകയോ മതപരിവർത്തനം നടത്തുകയോ അല്ലാത്ത പക്ഷേ ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ് ചെയ്തിട്ടുള്ളത്. ബംഗാളിലും ത്രിപുരയിലും അടക്കമുള്ള ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇവർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്നത് അവിടുത്തെ രാഷ്ട്രപിതാവിനെ, രാഷ്ട്രത്തിന് വേണ്ടി പോരാടി സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ആളെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലെ സർക്കാർ മറന്നിരിക്കുകയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓഗസ്റ്റ് 15 ഈ മുജീബുർ റഹ്മാൻ മരണപ്പെടുന്നത്. ആ ദിവസം ആ രാജ്യത്ത് പൊതു അവധിയായിരുന്നു. അത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അവിടുത്തെ നമ്മുടെ രാജ്യത്ത് ഗാന്ധിജിയാണല്ലോ നമ്മുടെ നോട്ടിൽ പണത്തിലുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മുജീബുർ റഹ്മാനായിരുന്നു ആ രാജ്യത്തെയും നോട്ടുകളിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് ഇനി കുട്ടികൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയണ്ട എന്ന രീതിയിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പാഠപുസ്തകങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല ഭാഗങ്ങളും നീക്കം ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് 1971 ഇദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അങ്ങനെ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഇദ്ദേഹമാണെന്ന ആ പാഠഭാഗമാണ് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് മറ്റൊരു സൈനികരുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സൈനികനായിരുന്നു, ഒരു പട്ടാളക്കാരൻ്റെ പേരാണ് അവർ ഇതിന് പകരം ചേർത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഇത്രയും കാലം നിർബന്ധിച്ചാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ഒരു പഠനം നടത്തേണ്ട ഗതികേടുണ്ടായത്, ഇനി അത്തരത്തിൽ ഒരു പ്രവർത്തനം വേണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ആ രാജ്യവുമായി ബന്ധപ്പെട്ട് അവർ രാഷ്ട്രപിതാവിനെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. കാരണം 1971 തന്നെ ഇങ്ങനൊരു സ്വാതന്ത്ര്യം ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഇടപെടലാണ്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലാണ്. ഇന്ത്യൻ സൈനികരെ അങ്ങോട്ട് അയക്കുന്നു, പാകിസ്ഥാൻ സൈനികരെ അവിടെ നിന്ന് തുരത്തിയാണ് സൈനികർക്ക് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കെതിരെയും ഇവർ തിരിയുന്ന ബംഗ്ലാദേശിലെ സർക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി വിഘടന ഗ്രൂപ്പുകളും തിരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നാം വിചാരിക്കുന്നത് ഇത്രയും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ഒരു രാജ്യത്തിനെതിരെ എന്തുകൊണ്ട് ബംഗ്ലാദേശ് തിരിയുന്നു എന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോഴും സ്വന്തം രാഷ്ട്രപിതാവിനെ വരെ ആ ബംഗ്ലാദേശി സർക്കാർ മറന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള കാവൽ സർക്കാരിൻ്റെ നേതാവായ ആ കാവൽ സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹമാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെല്ലാം വലിയ
രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ദോഷവശങ്ങളാണ് നാം ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ അവിടെ ഉണ്ടായ ഈ രാഷ്ട്രീയ മാറ്റം ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി തന്നെ മുതലെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മുതലെടുത്തതിന് ശേഷം ആ പ്രദേശങ്ങളിൽ പലതും തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതായി കണ്ടതിന് ശേഷം ഇവർ ചെയ്തത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന രീതിയാണ്. ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ അവിടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നിൽ പ്രവർത്തിച്ചതായി അവർ കരുതുന്ന, അവിടുത്തെ സർക്കാർ കരുതുന്ന ചിന്മയ കൃഷ്ണ ദാസിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതൊരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ്. അദ്ദേഹം ഇത്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ ആ സന്യാസി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബംഗ്ലാദേശി സർക്കാരിൻ്റെ കണ്ണിലെ കരടായി ഇദ്ദേഹം മാറുന്നത്. അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടർച്ചയായ 3 തവണയിലധികം അദ്ദേഹം ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായത് കൊണ്ട് തന്നെ ഇദ്ദേഹം 2 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ. പക്ഷേ ആ സമയമൊന്നും കൃത്യമായ ചികിത്സ നൽകാതെ തന്നെ വീണ്ടും ജയിലിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമാണ് അവിടെ നിലവിലുണ്ടായിരിക്കുന്നത്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു സ്ഥലത്ത് വേട്ട നടക്കുകയും സ്വന്തം ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന അദ്ദേഹത്തെ തങ്ങളുടെ ചരിത്രം വരെ ഇപ്പോൾ ബംഗ്ലാദേശ് മറന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും തമാശ ഉള്ള കാര്യം, പണ്ട് 1960-ഉം 70-ഉം കാലഘട്ടങ്ങളിൽ ഈ ബംഗ്ലാദേശിനെതിരെയായിരുന്നു, പാകിസ്ഥാൻ്റെ പട്ടാളക്കാർക്കെതിരെയായിരുന്നു നിരന്തരം ഇവരുടെ സമരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടാളത്തെ അവിടെ നിന്ന് ഓട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ബംഗ്ലാദേശ് നടത്തിയതെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ആ പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികരെ ഈ ബംഗ്ലാദേശിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം ബംഗ്ലാദേശിൽ സൈനികർക്ക് പരിശീലനം നൽകുവാൻ വേണ്ടി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വിഭാഗം പട്ടാളക്കാർ, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വിഭാഗം പട്ടാളക്കാർ ബംഗ്ലാദേശിൽ എത്തുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കറാച്ചിയിൽ നിന്നും ഒരു കണ്ടെയ്നറിൽ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ നമ്മുടെ ബംഗ്ലാദേശിലെത്തിയിരുന്നു, ചിറ്റഗോങ് തുറമുഖത്തെത്തിയിരുന്നു. അത് പ്രധാനമായും അവർ എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയെ ലക്ഷ്യമിട്ടെന്നാണ് ബംഗ്ലാദേശിൻ്റെ പല അവാമി ലീഗുമായി ബന്ധപ്പെട്ട്, ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഉണ്ടല്ലോ, അവരെല്ലാം ആ പാർട്ടി എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായി തന്നെയാണ് വർഷങ്ങളായിട്ടുള്ളത്. പക്ഷേ അവരെ ഇപ്പോൾ സംവരണ പ്രക്ഷോഭങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്ന് അവരെ പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ആയാലും എന്തായാലും ഇന്ത്യക്കെതിരെയാണ് ആ നീക്കങ്ങൾ നടക്കുന്നത്. ആ രാജ്യത്ത് ഇപ്പോൾ 2 പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഒന്ന്, ആ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മുൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ മറക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ സഹായങ്ങളും, സാമ്പത്തിക സഹായവും അതോടൊപ്പം തന്നെ എല്ലാ സഹായങ്ങളും നൽകി വരുന്ന ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക. അങ്ങനെ 2 രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് മറ്റൊരു തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ മ്യാൻമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അത് ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിച്ചതിന് പ്രതികാരമായാണ് ഈ മ്യാൻമാറിൽ നിന്നുള്ള വിമതസേന ഈ ചിറ്റഗോങ്ങിൻ്റെ സമീപ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപായ കാരണം അവർ ഒരു തന്ത്രപ്രധാന കേന്ദ്രം കൂടിയായ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഈ രീതിക്ക് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാനും മറ്റൊരു പാകിസ്ഥാനുമായി ബംഗ്ലാദേശും മാറും. കാരണം ഈ ഷെയ്ഖ് ഹസീനയെല്ലാം ഉള്ള സമയത്ത് ഇന്ത്യയേക്കാൾ മികച്ച രീതിയിൽ സാമ്പത്തികമായി മുന്നേറുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തികം ലഭിക്കുന്നത് ഈ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയേക്കാൾ മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. വലിയ കയറ്റുമതികൾ ഇന്ത്യയിലേക്ക് വരെ അവിടെ നിന്ന് കയറ്റുമതികൾ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം വലിയ കയറ്റുമതി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഈ സാമ്പത്തികമായി തന്നെ വലിയ തിരിച്ചടി നേരിടുന്നു. അവിടെ പട്ടിണി വരെ ആരംഭിച്ചിട്ടുള്ളതായി വിവരങ്ങൾ വരുന്നു. എന്തായാലും ആ മതഭരണം ആ രാജ്യത്തെ തകർക്കുക തന്നെ ചെയ്യും.